ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചിക്കൻ കൊണ്ടാട്ടം. അതും നല്ല വെളിച്ചെണ്ണയിൽ ചിക്കൻ വറുത്ത് നല്ല അടിപൊളി ഐറ്റം. അപ്പം അതിനു വേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ നന്നായി ഒന്ന് മസാലകൾ പുരട്ടി വെക്കുക. അതായത് സാധാ ഉപ്പും മുളകും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത്തിരി തൈരും പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞതും ഒക്കെ കൂടി പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ അത് മസാല പിടിക്കാൻ വേണ്ടി വെക്കാം. എന്നാലേ മസാലയൊക്കെ പിടിച്ചിട്ട് നന്നായി ആ ഗ്രേവി ശരിക്കും നമുക്ക് ചിക്കൻ തുമ്മ കിട്ടുള്ളൂ. ചെറുനാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് പിന്നെ നല്ല സാധാ വെളിച്ചെണ്ണയിൽ, ഓയിൽ എടുക്കരുത്, വെളിച്ചെണ്ണയിൽ നന്നായിട്ടൊന്ന് മുരിയിപ്പിക്കുക. നല്ലോണം മുരിയുമ്പോഴത്തേനും നമുക്കതേ സവാള 1 കിലോ ചിക്കന് ഞങ്ങൾ 3 സവാളയാണ് എടുക്കുന്നത്. 2 തക്കാളിയും കുഞ്ഞ്, പിന്നെ സാധാ ഉള്ളി. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ വെളിച്ചെണ്ണ തന്നെയാണ്, നമുക്ക് വറുത്ത വെളിച്ചെണ്ണ തന്നെ കുക്കും ചെയ്യണം. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രേവിക്കൊക്കെ നല്ല തിക്നെസ് കിട്ടും. പിന്നെ വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ല കറിയാവുകയും ചെയ്യും. അങ്ങനെ ആ വെളിച്ചെണ്ണയ്ക്ക് ഈ സവാള ആദ്യം ഇട്ട് ഒന്ന് മൂപ്പിക്കുക. സവാള ഇട്ട് ശരിക്കും ഒന്ന് വരട്ടണം, കാരണം അല്ലെങ്കിൽ പച്ചക്കുത്തടിക്കും സവാളയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായി ഒന്ന് സവാള മൂപ്പിക്കുക. വറുത്ത് വെച്ചേക്കണ ചിക്കനാണ് ഈ കാണുന്നത്. ചിക്കൻ വറുക്കാനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്, കാരണം മുരിപ്പിച്ച് വരുമ്പോൾ കരിയാതെ നോക്കുകയും വേണം. അപ്പോൾ നന്നായി ഒന്ന് വറുത്തെടുക്കണം ചിക്കൻ. അത് കഴിഞ്ഞ് സവാള ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ തക്കാളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടി ഒന്ന് വേവ് കറക്റ്റായിരിക്കുള്ളൂ. ഇത് രണ്ടും കിടന്ന് അധികം ഇളക്കരുത് നമ്മൾ. ശരിക്കും ലോ ഫ്ലെയിമിലുള്ള ചൂടിൽ അങ്ങോട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുള്ള പേസ്റ്റ്, അത് അടിച്ച് വെച്ചേക്കണ പേസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിക്കുക. ഇതും അതെ, ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇളക്കണം, എന്നാലേ സ്മെല്ല് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ ഇട്ട് തുടങ്ങാം. ആദ്യം ഇടേണ്ടത് ശരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല, അങ്ങനെ എല്ലാ പൊടികളും നമ്മൾ ഇത്തിരി ഇടാം. ഈ പൊടിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരളവാണ്. ഇപ്പോൾ 1 കിലോ ചിക്കനാണ് ഞങ്ങൾ എടുത്തേക്കണത്. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ അളവ് നോക്കിയിട്ട് നിങ്ങൾ ഇട്ടാൽ മതി. അധികം കൂടി പോകരുത് പൊടി, കാരണം മസാല അധികം കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഈ പൊടികളിട്ട ശേഷവും നന്നായി ഒന്ന് ഇളക്കി അതിൻ്റെ ആ കുത്തു പോണവരെ ഒന്ന് നമുക്ക് പൊടികളൊരു മണം വരും, സ്മെല്ല് വരും. അപ്പോൾ അതുവരെ ഇളക്കണം. പെട്ടെന്നൊന്നും നമ്മൾ ചിക്കനോ കാര്യങ്ങളൊന്നും ഇടരുത്. നന്നായി ഒന്ന് ഇളക്കി ആ ഒരു ഗ്രേവിയുടെ പരിവാവണം. അപ്പോൾ അതുവരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം തീ വെക്കരുത്, ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഗരം മസാല ഒക്കെ ഇടുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടി ഇടാം. അധികം മസാലകൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ആ ഒരു ഇത് പോവും. ഇതൊന്ന് ഇളക്കി പാകമായി വന്നതിന് ശേഷം നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക. നമ്മളാ ചിക്കന് ഏറ്റവും അടിപൊളി ടേസ്റ്റ് ഗ്രേവി കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ ചെയ്യണത് ഈ ടൊമാറ്റോ സോസ് ഒഴിക്കും. അപ്പോൾ ഈ ചിക്കൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്നെസ് ആയിട്ട് വരികയും ചെയ്യും, നല്ല രസത്തിൽ കിട്ടും. പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർക്കുക. ചിക്കൻ മസാല അധികം ചേർക്കണമെന്ന് ഞാൻ പറയണില്ല, കാരണം അത്ര നല്ല സാധനമല്ല ഈ സാധനം. പക്ഷേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ സാധനം ചേർക്കുകയും വേണം. അപ്പം അധികം ചേർക്കാണ്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രം കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇട്ട് ഇതൊക്കെ കൂടി ഒന്ന് നന്നായി ഒന്ന് ഇളക്കാം. നന്നായി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് ശരിക്കും ഇറക്കുമ്പോൾ തന്നെ ഇതൊന്ന് മിക്സായി വരും. ആ മിക്സായ ശേഷം നമുക്ക് പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി അതിൻ്റെ ഒരു ഗ്രേവിയുടെ പരിവാക്കണം. എന്നിട്ട് അതിലേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ വറ്റൽമുളക് പൊടിക്കണം. തന്നെ വറ്റൽമുളക് പൊടിച്ച് വെച്ചിട്ടുണ്ടാവണം. ആ പൊടിച്ച് വെച്ച വറ്റൽമുളകാണ് പിന്നെ നമുക്ക് ചേർക്കേണ്ടത്. അങ്ങനെ അതൊരു 2 സ്പൂൺ വറ്റൽമുളക് അങ്ങോട്ട് ഇടാം. നമ്മൊരു 10-15 വറ്റൽമുളകാണ് എടുത്തേക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ മൊത്തം ഇടുന്നില്ല. ഇത് ആദ്യം 2 സ്പൂൺ ഇട്ട് ഇളക്കിയിട്ട് പിന്നെ ചിക്കൻ ഇട്ടിട്ട് ലാസ്റ്റാണ് വറ്റൽമുളക് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഇടേണ്ടത്. പിന്നെ വറുത്ത് വെച്ചേക്കണ ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടിട്ട് അധികം ഗ്രേവി ടൈപ്പ് ആവരുത്. ഗ്രേവി ടൈപ്പ് ഉള്ളതല്ല നമ്മളെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചിക്കനൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി നല്ല മസാല ഒക്കെ പിടിക്കുന്നവരെ ഒന്ന് ഇളക്കി ലോ ഫ്ലെയിമിൽ ഇതൊന്ന് പാകമാകാൻ വെക്കണം. ചിക്കൻ തുമ്മ മസാല പിടിക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതിന് ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ മസാല പിടിക്കുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അധികം വെള്ളം ഓവറാവരുത്. ഗ്രേവി ആണെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവി ടൈപ്പ് ആക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി ഫ്രൈ ടൈപ്പ് തന്നെയാണ് ഏറ്റവും നല്ലത്, നല്ല ടേസ്റ്റ് ഉണ്ടാവും കൂടുതലും. നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് ചിക്കൻ്റെ ആയ മസാല ഒക്കെ പിടിച്ചിട്ടുള്ള ചിക്കനാണ് ഈ കാണുന്നത്. ഇങ്ങനെയാണ് ഹോട്ടലിലൊക്കെ വെക്കണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് ചിക്കൻ തുമ്പോൾ മസാല ഒക്കെ പിടിക്കുകയും ചെയ്യും. ചിക്കൻ പെട്ടെന്ന് വേവുകയും ചെയ്യും, കാരണം
വറുത്ത് വെച്ചേക്കണ ചിക്കനാണ്. അതൊന്ന് ഉടയേയില്ല. ചിക്കൻ പീസ് വറുക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉടയും. അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് റെഡിയായി വരുമ്പോൾ ഒരു സ്മെല്ല് വരും. നല്ല അടിപൊളി സാധനം ഇരിക്കുള്ളൂ അപ്പോൾ കിട്ടണത്. അപ്പോൾ അവസാനം നമുക്ക് എന്നിട്ട് കുറച്ച് മല്ലിയില, അരിഞ്ഞു വെച്ചേക്കണം മല്ലിയില അങ്ങോട്ട് ചേർക്കുക. അതും കൂടെ ആകുമ്പോൾ സംഭവം ഉഷാറ് ചിക്കൻ കറി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അഭിപ്രായം പറയാം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.